അപ്പോ വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്. അതെ, ഒന്നുകൂടി തുടങ്ങാം. ഹായ് എവ്രി വൺ. ഹായ് എവരിവൺ. ഇത് ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് ഫ്ലാഷ് ഫീഡിന്റെ ഉള്ളിലുള്ള. ഫ്ലാഷ് ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. 8 to 10 minutes ഉള്ള ടൈപ്പ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അഭിജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ അഭയും ഗോകുലാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമ്മുടെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വൺ പീസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാഗ് യൂസ് ചെയ്തിട്ടാണ് കുറെ മൂവ്മെന്റ്സ് ഇന്തോനേഷ്യയിലും നേപ്പാളിലും തായ്ലൻഡിലും ഒക്കെ കുറെ ന്യൂ ജെൻ അല്ലെങ്കിൽ ജെൻ സി പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത്. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണേ. ഇവർ രണ്ടുപേരും വൺ പീസ് ഫാൻസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം അഭയനോട് ചോദിക്കാം, എന്താണ് ഈ ഫ്ലാഗ് ഈ പ്രൊട്ടസ്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത്? എന്താണ് വൺ പീസ്? എന്താണ് വൺ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വൺ പീസ് ഇസ് എ ജാപ്പനീസ് മാങ്ക. ഇച്ചിറ ഓട എന്ന് പറഞ്ഞൊരു മാങ്കക്ക 1997 സ്റ്റാർട്ട് ചെയ്തൊരു മാങ്കയാണ് വൺ പീസ്. ബേസിക്കലി അതിന്റെ അനിമേ വേർഷൻ 99 തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ മോർ ദാൻ 25-26 years ആയി റൺ ചെയ്യുന്ന ഒരു അനിമയാണ്. അപ്പൊ ഈ അനിമയിൽ ബേസിക്കലി പറയുന്നത് ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് അതായത് ലൂഫി ഒരു തന്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടും തന്റെ കൂട്ടുകാരുടെ ഫ്രീഡത്തിനും വേണ്ടിയിട്ടും പൈററ്റ് കിങ്, അതായത് അവരുടെ വൺ പീസ് വേൾഡില് പൈററ്റ് കിങ് എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി പോകുന്ന റൂട്ടില് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാരാവുന്ന അവർ കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അവര് കൂടുതലൊരു ഒപ്രസ്ഡ് ആണ് ആ ലോകത്ത്. ആ ഒപ്രഷനിൽ നിന്ന് അവരെ സേവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ലൂഫിയും ഫ്രണ്ട്സും. അപ്പൊ ഈ ലൂഫിയുടെ അവിടുത്തെ ഗവൺമെന്റ് ആണ് അവരെ ഒപ്രസ് ചെയ്യുന്നത്. ഗവൺമെന്റ് ആണ് ബേസിക്കലി. അവിടുത്തെ ഗവൺമെന്റ് ശരിക്കും എല്ലാവരും ഒപ്രസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ്. അതിന്റെ കുറെ ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്, നമ്മളിപ്പോ അതിലേക്ക് പോകുന്നില്ല. അപ്പോ അങ്ങനെ ഒരു ലോകത്ത് ചെറിയ കുറെ ഐലൻഡ്സ് ആയിട്ടാണ് നേഷൻസ് വരാം. ഓരോ ഐലൻഡ്സിൽ പോവുക, അവിടുത്തെ ആൾക്കാരെ അവരുടെ ക്രൂരകളിൽ നിന്ന് രക്ഷിക്കുക, അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക, മുന്നോട്ട് പോവുക. അതാണ് ഇപ്പോ. അപ്പൊ ആനിമയിലത്തെ ഒരു വിജയാണ് പുള്ളി. അങ്ങനെ പറയാം. അപ്പൊ ഇവരൊരു പൈററ്റ് ഗ്രൂപ്പാണ്. പൈററ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ലോകത്ത് കാണുന്ന പൈററ്റ്സ് അല്ല, ഇത് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള പൈററ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ലോകത്ത് വൺ പീസ് ലോകത്ത് പൈററ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈററ്റ്സ് ഉണ്ട്, മോശം പൈററ്റ്സ് ഉണ്ട്. ലൂഫി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നല്ല പൈററ്റ്സിന്റെ ഒരു ഇതിൽ പോകുന്ന ആളാണ്. ആൾക്കാരെ രക്ഷിക്കുക, വേറെ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഫ്രീഡം ഫൈറ്റർ ഒക്കെ പോലെ. ഫ്രീഡം അങ്ങനെയും പറയാൻ പറ്റില്ല. എനിവേ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ഇതിലത്തെ ഒരു പൊളിറ്റിക്കൽ തീം? റിയൽ വേൾഡ് പ്രൊട്ടസ്റ്റേഴ്സ് ഇതായിട്ട് മാച്ച് ചെയ്യുന്നത്? ഈ അഭയ് പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഗോകുൽ എന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാഗിന്റെ ഇതെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ബേസിക്കലി ഹ്യൂമൻസ് ഐഡിയോളജിസുമായിട്ട് എല്ലാ സാധനവും റിലേറ്റ് ചെയ്യും. എന്താണ് സിമ്പിൾസ്, ആ സിമ്പിൾസിന്റെ ഐഡിയോളജിയായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. എന്താണ് ആ പർട്ടിക്കുലർ സിമ്പിളിന്റെ ഐഡിയോളജി, എന്താണ് അവർ ഫോളോ ചെയ്യുന്നത്, അവരുടെ വേ ഓഫ് മൂവിങ് ഫോർവേഡ് എങ്ങനെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫ്ലാഗ് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഗ്രൂപ്പിനെയാണ് ഈ ഫ്ലാഗ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ പൈററ്റിന്റെ ഇതും അവർക്ക് ജോലി ഫ്ലാഗ് ആണ് ഓരോ പൈററ്റ് ഗ്രൂപ്പിലും. ആ ഒരു പൈററ്റ് ഫ്ലാഗിന് കുറെ മീനിങ്സും കാണും. അത് വെച്ചിട്ടായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്റെ ഈ ഒരു ഇതിന്റെ ഓപ്പറേഷൻ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഒരു സിമ്പിൾ ആണ് ബേസിക്കലി. കറക്റ്റ് ഗവൺമെന്റ് ഒന്ന് കറപ്ഷൻ. കാരണം ഇതിനകത്ത് തന്നെ പല ടൈപ്പ് ഓഫ് ഹൈറാക്കീസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഹൈറാക്കീസ് ഉണ്ട്, നേവിയുടെ വരുന്നുണ്ട്. ഒന്ന് നേവി വരുന്നുണ്ട്, അവിടുത്തെ മിലിറ്ററി ആണ് പറയുന്നത്. മിലിറ്ററി ഇതൊക്കെ ഒരു സിംഗിൾ നേവി ആയിട്ടാണ് വരുന്നത്. ഒരു ഫുൾ വേൾഡിൽ ഒരു സിംഗിൾ നേവി, അങ്ങനത്തെ ഒരു ഇതാണ്. ലോകം മൊത്തം ഒറ്റ നേവി. ഇപ്പൊ അമേരിക്കയൊക്കെ ഇവിടത്തെ പോലെ പോലീസുമാരി ഒരു സിംഗിൾ വേൾഡ് ഇങ്ങനത്തെ ഒരു ഇതാണ്, കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ നേവിയുടെ മണ്ടയ്ക്ക് ഇത് ഗവൺമെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഗവൺമെന്റ് സുപ്രീം കൺട്രോൾ എന്നുള്ള രീതിയാണ്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇതിനെ കുറെ പൈററ്റ്സിനെ തന്നെ കൂട്ടുപിടിച്ച എംപറേഴ്സ് എന്നുള്ള സാധനമുണ്ട്. അതായത് പൊട്ട പൈററ്റ്സ് നേരത്തെ പറഞ്ഞത്. ഈ പൈററ്റ്സ്, ഈ എംപറേഴ്സും എല്ലാം പൈററ്റ്സ് ആണ് ബേസിക്കലി. ഇതല്ലേ 7 വാർലോഡ്സ് ഓഫ് ദി സീ. വാർലോഡ്സ്
അപ്പം ഇങ്ങനെ ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, കുറെ സാധനം പുതിയൊരു ഐഡിയോളജി എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ അടിച്ചു താർക്കുക. അതായത് നമ്മുടെ നാട്ടിലെ ഗുണ്ടകളൊക്കെ മാതിരി ഈ പൊളിറ്റീഷ്യൻസ് എങ്ങനെ ഗുണ്ടകൾ ഉപയോഗിച്ച് പോലെ തന്നെ അത് തന്നെ. കാരണം അവരുടെ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതായിരിക്കും ഇവരുടെ വേദവാക്യം. ഓ ഓക്കെ 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 ഓക്കെ. പിന്നെ അതിനനുസരിച്ച് ഇവര് സപ്പോർട്ടും ചെയ്യും, അതിനനുസരിച്ച് ഇവർക്ക് ഇതും കിട്ടും, ഇൻസെന്റീവ്സും സാധനങ്ങളും എല്ലാം കിട്ടും. അപ്പൊ അതിനെതിരെയായിട്ടുള്ളൊരു ഇത്, അതിനായിട്ടൊരു ആന്റി കറപ്ഷൻ, ആന്റി ഗുണ്ടായിസം, ആന്റി ഒരു ലിബറേഷൻ മൂവ്മെന്റ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഫൈറ്റ് ഫോർ ഫ്രീഡം ആൻഡ് ലിബറേഷൻ. ഓക്കെ. ഏതൊക്കെ കൺട്രീസിലാണ് ഇതിപ്പോ? ഞാൻ ബേസിക്കലി കണ്ടായിരുന്നു, ഞാൻ നേപ്പാളിൽ നടന്നപ്പോഴാണ് ഇത് ശരിക്കും കണ്ടത്. അതിന് മുമ്പ് ഇന്തോനേഷ്യയിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. മഡഗാസ്കർ, ഫ്രാൻസിലും ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്തും ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. ഇപ്പൊ നമ്മൾ ഓരോ എനിക്ക് തോന്നുന്നു നേപ്പാളിലുണ്ടായത് ഗവൺമെന്റ് കറപ്ഷനും സോഷ്യൽ മീഡിയ ബാനിനെ കുറിച്ചായിരുന്നു. പിന്നെ ഇന്തോനേഷ്യയിൽ എന്തായിരുന്നു, റൈസിംഗ് ലിവിംഗ് കോസ്റ്റിനെ കുറിച്ച്. അതുപോലെ തന്നെ മാഡഗാസ്കറിലും അങ്ങനത്തെ ഡിഫറെന്റ് അതായത് ലൂഫി ഓരോ സ്ഥലത്ത് പോയി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ഒരു മിററിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ. ബേസിക്കലി വൺ പീസ് നമ്മുടെ വേൾഡിന്റെ ഒരു മിറർ കാര്യങ്ങളാണ്. സ്പെക്യുലേറ്റീവ് ഫിക്ഷൻ ആണ് ബേസിക്കലി. ഓക്കെ 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 ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് ജെൻസി ഇത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സ്പെസിഫിക് ഗ്രൂപ്പാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്, ഈ സിമ്പിൾ. മനസ്സിലായി. കാരണം ഇപ്പൊ വൺ പീസ് മാത്രമല്ല അനിമയിലുള്ള കുറെ അനിമേസും ഉണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് വൺ പീസ് എന്നൊരു അനിമെ യൂസ് ചെയ്തു? അത് അതിന്റെ പോപ്പുലാരിറ്റി കാരണമാണോ അതോ എന്താണ് അതിന്റെ റീസൺ? ബേസിക്കലി ഒന്ന് പോപ്പുലാരിറ്റി ഉണ്ട്, കാരണം ഇത് 1997 തൊട്ട് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്രമാത്രം ഉള്ള എന്താണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആനിമേസ് കുറവാണ്. 1997 ഇപ്പോഴും ഉണ്ട് എപ്പിസോഡ്സ് ഇറങ്ങുന്നുണ്ട്. പോപ്പ് കൾച്ചറിൽ ഒരു വാലിഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു സിമ്പിൾ ആണ്. വൺ പീസ് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സെല് ചെയ്തിരിക്കുന്ന മാങ്ക. അത് ബാറ്റ്മാനെയൊക്കെ വെട്ടി, ബാറ്റ്മാനെ സൂപ്പർമാനൊക്കെ വെട്ടി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് വൺ പീസ് ആണ്. ഇപ്പൊ വൺ പീസ് ആണ്. പിന്നെ ഇത് ഈ ഒരു ഐഡന്റിറ്റി എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീമിൽ ഇല്ല ബേസിക്കലി. സാധാരണക്കാർ ഇപ്പൊ നമുക്ക് ടിവിയിലൊന്നും ഇത് ഞാൻ വൺ പീസ് ഇതിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ആൾക്കാരും ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടിൽ കൂടെയാണ് ഇതൊക്കെ കാണുന്നതും ഇതിന്റെ സോഷ്യൽ ഗ്രൂപ്പ്സ് ഓൺലൈനിൽ ഓടുന്നൊക്കെ ഞാൻ കണ്ടേക്കണം. വൺ പീസിന്റെ ജനറലി ആനിമയോ അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് മീഡിയ എടുക്കുകയാണെങ്കിൽ. അപ്പൊ മെയിൻ സ്ട്രീമിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഒരു റിഫ്ലക്ഷനും കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ? പറയാം. ബേസിക് നമ്മള് ഇപ്പോ അഡൽട്സ് ആണ് കൂടുതൽ മെയിൻ സ്ട്രീം അങ്ങനെ നോക്കുന്നത്. അഡോളസൻസ് കഴിഞ്ഞവര് ഇപ്പൊ ആഫ്റ്റർ കോവിഡ് ആണ് എല്ലാരും ഇപ്പൊ എല്ലാ അനിമയും കാര്യങ്ങളും എല്ലാം വേൾഡ് വൈഡ് പോപ്പുലർ ആയിരിക്കുന്നത്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞോടെ അധികം അടുത്ത തലമുറ ഇതിലേക്ക് കൂടുതൽ അട്രാക്ട് ആയി. അവര് അത് ആ വൺ പീസിന്റെ കഥയായിട്ട് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ അവരുടെ ലോകത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ അതിലേക്ക് റിയാക്ട് ചെയ്യണം ബേസിക്കലി ചെയ്യുന്നത്. അതിനൊരു സിമ്പിൾ ആയിട്ട് വൺ പീസിന്റെ ജോളി റോജർ യൂസ് ചെയ്തു. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് സിമ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാന്ന് വിചാരിക്കും. ചിലപ്പോ ഇനി എന്താണ് മൂണും സ്റ്റാർ ഉപയോഗിച്ചാ നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ്. അപ്പൊ അതിന്നൊക്കെ ഒരു നമ്മളൊന്നും ഒരു കാറ്റഗറിയിൽ ഇടാതിരിക്കാനും അവരെയൊക്കെ ഒരു കാറ്റഗറിയിൽ ഇടാതിരിക്കാനും കൂടിയിട്ടുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കോമൺ സിമ്പിള്. എക്സാക്ട്ലി. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ പുതിയ തലമുറ വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മീംസിലൂടെയും അതുപോലത്തെ പോപ്പ് കൾച്ചർ റെഫറൻസിൽ കൂടെയുള്ള മെയിൻലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കോമൺ ആയിട്ടൊരു സിമ്പിള്, അതിനാണ് ഇപ്പൊ വൺ പീസ് ജോളി റോജർ യൂസ് ചെയ്തത്. റൈറ്റ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രെൻഡ്, ഒരു യൂത്ത് മൂവ്മെന്റ്? പണ്ട് നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമ്മൾ പറയും KSU ഉണ്ട്, മറ്റേ SFI ഉണ്ട്. ഇവരൊക്കെയാണ് നമ്മള് പറയാ ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ് നമുക്ക് റെക്കഗ്നൈസബിൾ ആയിട്ട്. അതിനെയൊക്കെ എന്താണ് പിന്നെ മറ്റേ ഇവരുടെ ഉണ്ട്, BJP-കാരുടെ ഉണ്ട്, എന്തായിരുന്നു ABVP ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂത്ത് മൂവ്മെന്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അതായത് റൈറ്റും അല്ല, ലെഫ്റ്റും അല്ല, സെന്ററും അല്ല, ഒരു ചിന്തിക്കാൻ ആൾക്കാർ അതെ. പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആവാതെ
ചേഞ്ചസ് കൊണ്ടുവരാൻ പക്ഷെ അത് വേണ്ടിയിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്സ് ആണ്. ഒരുമിച്ച് അത് ബേസിക്കലി നമ്മുടെ അതൊരു പൊളിറ്റിക്സ് തന്നെയാണ്. എക്സിസ്റ്റിംഗ് അതെ അതെ പൊളിറ്റിക്സ് സിസ്റ്റത്തിന്റെ പുറത്തുനിന്നാണ് അവർ ചിന്തിക്കുന്നത്. പുതിയൊരു പൊളിറ്റിക്കൽ ഒരു അവരുടെ തന്നെ ഓരോ ഇൻഡിവിജ്വലിന്റെ പൊളിറ്റിക്സ് എങ്ങനെയാണോ ആ ഈ വൺ പീസ് വേൾഡിൽ എല്ലാരും സെൽഫിഷ് ആണ് നേരത്തെ പറഞ്ഞ മാതിരി ഉള്ള ഒരു എന്താണ് ഒരു ഗ്രൂപ്പിന് ഉപരി അവരവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. Yes. റൈറ്റ്. ഓക്കെ, അപ്പം നിങ്ങക്ക് എന്താണ് ഈ ഇനി ഫ്യൂച്ചറിൽ ബാക്കിയുള്ള ഇപ്പൊ നിങ്ങക്ക് വൺ പീസിന്റെ വേൾഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അറിയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഇനി ഇതുപോലെ ഇനി യൂത്ത് മൂവ്മെന്റ്സ് ഇനി ഉണ്ടാവുമല്ലോ പല ഭാഗത്തും. ഇപ്പൊ നേപ്പാളില് അവരുടെ കറപ്ഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. ഇപ്പൊ കേരളത്തിൽ ഇതിനെങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയില്? കേരളത്തിൽ ഇത് വലുതായിട്ട് യൂസ് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെ, അല്ല യൂസ് ആവുന്നല്ല, എന്ത് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ഇതിന്റെ ഉള്ള എംബറർമാരെന്തോ ഗുണ്ടകളെ പോലെ മറ്റേ കേരളത്തിലാണെങ്കിൽ തന്നെ പൊളിറ്റിക്കലി നീ നോക്കുവാണെങ്കിൽ ബേസിക്കലി ഏതൊരു പാർട്ടിയോ ആട്ടെ, വെദർ കോൺഗ്രസ് ഓർ രണ്ട് പാർട്ടിയുള്ളൂ. അല്ല ഞാൻ പാർട്ടീനെ കുറിച്ചല്ല പറയണേ, എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വെച്ച് ഫിക്സ് ചെയ്യാൻ? ഫിക്സ് നമ്മള് ബേസിക്കലി നമ്മളത്ര ഒപ്രസീവ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല ബേസിക്കലി. എന്തെന്നാലും അതായത് ഇപ്പൊ യൂത്ത് മൂവ്മെന്റ്സ് ഇറ്റ്സ് നോട്ട് നെസസറി ഹാസ് ടു ബി ലൈക്ക് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഒപ്രഷൻ ആവണമെന്നില്ല. ലോ ലെവൽ ഒപ്രഷനും കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ടല്ലോ. അപ്പൊ അതിലെന്ത് കേരളത്തിലൊന്നുമില്ല, എന്നാ ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റില്ല, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ്. പുറത്തു പോയത് ഇപ്പൊ ഭാഷ സംസാരിക്കാൻ പറ്റില്ല, എല്ലാത്തിനും നമ്മളെ ജഡ്ജ് ചെയ്യാനും നമ്മളെ ഒപ്രസ് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട്. അതിന്റെ ഫോഴ്സ് കൂടി വരുമ്പോൾ ഇതിനുള്ള റിയാക്ഷൻ ഫോഴ്സും കൂടി വരികയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു കൾച്ചറൽ ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം ടു എക്സ്പ്രസ് ആണ്. ഫ്രീഡം മാറ്റി കഴിഞ്ഞാൽ അത് ഓരോരുത്തരും അതിനെ ഉപയോഗിച്ച് വേറെ രീതിയിലേക്ക് മാറ്റും. ഈ ഒരു സപ്പോർട്ടും കിട്ടത്തില്ല, അത് ഡൈല്യൂട്ട് ആയി പോകും. പൊളിറ്റിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഡൈല്യൂട്ട് ആയി പോകും. പക്ഷെ ഇങ്ങനത്തെ ഒരു സിംബൽസ് അതുപോലത്തെ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ അതുമായിട്ട് അലയൻസ് ഉള്ളതായിട്ടായിരിക്കട്ടെ, അവരെല്ലാം കൂടി ഒത്തുചേർക്കാൻ പറ്റിയ ഒരു സിംഗിൾ മൂവ്മെന്റ് നമുക്ക് എടുക്കും. അടിപൊളി. എനിവേ, അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കണം. നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ ഗൈസ്.